ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31 വെള്ളിയാഴ്ചയാണ്, മകരം 18. ക്രിസ്റ്റീന, അങ്ങനെ നമ്മുടെ ഈ ജനുവരി 2025 ജനുവരി തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. അതെ, ജനുവരി കഴിഞ്ഞു. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ജനുവരി കഴിഞ്ഞു. അപ്പൊ നാളെ കേന്ദ്ര ബജറ്റ് ആണല്ലോ. അപ്പൊ കേന്ദ്ര ബജറ്റ് ആവുമ്പോൾ നമുക്ക് ഇന്നൊരു സാമ്പത്തിക ചിന്തയായാലും രാവിലെ തന്നെ. നമ്മുടെയൊക്കെ ലൈഫില് നമ്മളാണ് നമ്മുടെ ലൈഫിലെ ധനമന്ത്രി അല്ലെ. നമുക്ക് കിട്ടുന്ന വരുമാനം അതെങ്ങനെ ചെലവാക്കണം, എങ്ങനെ സേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ലൈഫിലെ ധനമന്ത്രി നമ്മളെ വരവ് ചെലവ് കണക്കുകൾ എഴുതി കൃത്യമായി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, ഒന്നും വേണ്ട നമ്മളൊരു ഹോസ്പിറ്റലിലായ ബില്ല് കൊടുക്കാൻ, ഇതിനൊക്കെ എന്താ പണം വേണം. അപ്പോൾ പണം വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. ഒരു ഫസ്റ്റ് വീക്ക് റൂൾ ഉണ്ട്. അതായത് നമുക്ക് ശമ്പളം കിട്ടുമ്പം 20% ആദ്യത്തെ ആഴ്ച തന്നെ സേവ് ചെയ്യാൻ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ 20% പിന്നെ നമ്മൾ തൊടുകയില്ല. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ ആ രീതിയിൽ ക്രമീകരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് സേവിങ് റൂൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യത്തെ ആഴ്ച തന്നെ നമ്മുടെ വരുമാനത്തിന്റെ 20% അങ്ങ് മാറ്റി വെച്ചേക്കും. അത് തൊടാനേ പോകരുത്. അതങ്ങനെ സേവിങ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ഒക്കെ ഇരട്ടിച്ച് നമ്മുടെ എന്താ പറയുന്നത് ഇൻകത്തിലേക്ക് വരും, നമ്മുടെ ആസ്തിയിലേക്ക് വരും. ഒപ്പം തന്നെ എല്ലാവരുടെയും വിചാരം നമ്മുടെ വരുമാനം മൈനസ് ചെലവാണ് സേവിങ് എന്ന്. അങ്ങനെയല്ല, നമ്മുടെ വരുമാനം മൈനസ് സേവിങ് ആയിരിക്കണം ചെലവ്. അപ്പൊ ക്രിസ്റ്റീന ടീച്ചർക്ക് എത്ര സേവിങ്സ് ഉണ്ട്? സേവിങ്സ് ഒരുപാടില്ല, എന്നാൽ പോലും നമ്മുടെ ആ പരിമിതമായ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറച്ച് സേവ് ചെയ്യാറുണ്ട്. അതെ, നോട്ട് ദ പോയിന്റ് പ്രേക്ഷകരെ. അപ്പോൾ ക്രിസ്റ്റീന അങ്ങനെയാണ് സേവ് ചെയ്യുന്നത് 20%. ഇപ്പൊ സാലറിയുടെ 20% നമ്മൾ സേവ് ചെയ്യണം ആദ്യത്തെ ആഴ്ച. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചെലവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ നടക്കില്ല. അതെ, അപ്പോൾ അതിന് സേവ് ചെയ്യേണ്ട വഴികൾ എന്തൊക്കെയാണെന്നും കൂടി ക്രിസ്റ്റീന പറഞ്ഞു തരും. കാരണം ഞാൻ വിചാരിച്ച ആദ്യമേ അത് എന്താ പറയാൻ വരുന്നതെന്ന്. അതാണ് ഞാൻ ദൈവത്തെ വിളിച്ചത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. സേവിങ്സ് ഇല്ലാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുമ്പോഴേക്കും നാളത്തെ കേന്ദ്ര ബജറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. ഇപ്പം ക്രിസ്റ്റീനയാണ് കൂടെയുള്ളത്, സാമ്പത്തിക വിദഗ്ധയാണ്. അപ്പോൾ കൂടുതൽ ടിപ്സ് ഒക്കെ പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഒപ്പം നമുക്ക് ഇന്ന് വരാനിരിക്കുന്ന വാർത്തകൾ, ഒപ്പം തന്നെ ഇന്നലത്തെ വാർത്തകളുടെ തുടർ വാർത്തകൾ, പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിനി പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അല്ലെ ക്രിസ്റ്റീന? അതിനു മുമ്പ് നമ്മൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞാലോ? അതെ, അത് പറയാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഉള്ളത് സ്ട്രീറ്റ് സ്കേപ്പ് വോക്ക് വേയിലാണ്. ഞാനും പ്രജനും ഇതിന് മുൻപ് ഇതിന്റെ മറ്റൊരു വശത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പുറത്തെ വശമാണ്. അപ്പോൾ ഇവിടുത്തെ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒരുപാട് പേരിവിടെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. എനിക്കൊന്ന് ഇവരുടെ നടക്കാൻ കൂടുതൽ ആൾക്കാർ എത്തുന്ന ഒരു വോക്ക് വേ ആണെന്ന് തോന്നുന്നു. ഒരുപാട് സജീവമായ ആൾക്കാർ രാവിലെ തന്നെ വരുന്ന ഒരു വോക്ക് വേ ആണ്. മാത്രമല്ല എല്ലാവരും ചാടി എഴുന്നേറ്റ് കമന്റുകളുമായി ഒക്കെ സജീവമാകുക. നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം അല്ലേ? അതെ, സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. അതൊരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് 2.5 വയസ്സുകാരി അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊന്നത്. ഈ വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇപ്പോൾ എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമായി വരികയാണ്. വീണ്ടും അമ്മാവനെ പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവുമായുള്ള തർക്കത്തെ തുടർന്ന്, വൈരാഗ്യത്തെ തുടർന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് ഇയാൾ പറയുന്നതെന്നാണ് പോലീസ് തരുന്ന പ്രാഥമിക വിവരം. എങ്ങനെ കൊന്നു, എപ്പോൾ കൊന്നു, ആര് കൊന്നു എന്നതിനൊക്കെ ഉത്തരമായി അവശേഷിക്കുന്ന ചോദ്യങ്ങൾ എന്തിനുവേണ്ടി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? കുഞ്ഞിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നു. അമ്മയുടെ പങ്ക് തെളിയിക്കുന്ന ഒന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇവരിപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ സർക്കാർ സംരക്ഷണയിലാണ്. ബന്ധുക്കളാരും ഏറ്റെടുക്കാൻ വരാത്തതോടെയാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. വേണ്ടി വന്നാൽ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അമ്മാവൻ ഹരികുമാറാകട്ടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്ത് പകയാണ് ഇയാൾക്കുള്ളതെന്നാണ് അറിയേണ്ടത്. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവുമായി ഇയാൾ നടത്തിയ വാട്സപ്പ് ചാറ്റിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത് നിരത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അജീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സഹോദരിയുമായുള്ള ചില തർക്കങ്ങൾ, അതിലുണ്ടായ വൈരാഗ്യം, അതിന്റെ പേരിലാണ് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്തായിരുന്നു വൈരാഗ്യം? സാധാരണ വൈരാഗ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ആ വ്യക്തിയോടാണല്ലോ തീർക്കുന്നത്, അല്ലാതെ കുഞ്ഞുങ്ങളോടല്ലല്ലോ. ഇതെന്താണ് സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പോലീസ് പറയുന്നുണ്ടോ?
പോലീസിന് എന്തായാലും ഇതിനെക്കുറിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പൂർണ്ണ രൂപം ഇന്ന് മാത്രമേ പോലീസ് പറയുകയുള്ളൂ. അതിന് വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രതിയായ ഹരികുമാറിനെ ചോദ്യം ചെയ്യണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലരാപുരം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് ഈ പ്രതിയായ ഹരികുമാറിനെ പാർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. അതിനു മുമ്പ് തന്നെ ഇതിനൊരു ഉത്തരം പോലീസ് നൽകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വിശദമായി തന്നെ ഈ ഹരികുമാറിനെയും അതേപോലെ തന്നെ കുഞ്ഞിന്റെ അമ്മയും അതേപോലെ അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഈ അച്ഛനും മുത്തശ്ശിക്കും ഇതിൽ പങ്കില്ലെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. ഇന്നലെ ഉച്ചയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ ഇരുവരെയും വിട്ടയച്ചു. അച്ഛനെയും മുത്തശ്ശിയും വിട്ടയച്ചു. പിന്നീട് അമ്മയ്ക്കും അതേപോലെ അമ്മാവൻ ഹരികുമാറുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഇരുവരെയും മാറി മാറി ഡിവൈഎസ്പി അടക്കമുള്ള സംഘങ്ങൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളടക്കം പോലീസ് റിക്കവർ ചെയ്തിരുന്നു. അത് വിശദമായി പരിശോധിച്ചു. ഇത് നിരത്തിക്കൊണ്ടായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. അപ്പോഴാണ് ഈ ഏതാണ്ട് ഉച്ചയോടെ തന്നെ ഈ പ്രതി കുറ്റം സമ്മതിച്ചത്. അതായത് ഹരികുമാർ സമ്മതിച്ചു താനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു അയാളുടെ കുറ്റസമ്മതം. പക്ഷെ എന്തിന് കൊലപ്പെടുത്തിയെന്ന് ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഈ ചാറ്റുകൾ നിരത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ അമ്മയുമായുള്ള ചില പ്രശ്നങ്ങൾ തനിക്കുണ്ട്, അതിനെ തുടർന്നുള്ള വൈരാഗ്യം കാരണമാണ് കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ഇയാൾ പറഞ്ഞത്. എന്തായാലും പോലീസിന് അതിൽ കൂടുതൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നത് കുറച്ചും കൂടി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും, തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും. എന്തായാലും ഇന്ന് വീണ്ടും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ പ്രതിയെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ വാർത്തയാണ്. ഇന്നിപ്പോൾ പോലീസ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒരു നിഗമനത്തിലെത്താനോ കാര്യങ്ങൾ പുറത്തേക്ക് വിടാനോ പോലീസ് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹമായ എന്തോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ ഇനി നേരെ പോകുന്നത് ക്രിസ്റ്റീന സ്പെഷ്യലൈസ് ചെയ്ത വിഷയത്തിലേക്കാണ്. പറഞ്ഞിരുന്നത് കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മള് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാവിലെ 11-ന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതെ, നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി പ്രധാനമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണും. 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭാ ചേംബറിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനു പിന്നാലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരുസഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കും. നാളെ രാവിലെ 11 മണിക്ക് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി 3-4 തീയതികളിൽ നടക്കും. രാജ്യസഭയിൽ 3 ദിവസമാണ് ചർച്ച. രാജ്യസഭയിൽ ഫെബ്രുവരി 6-ന് നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗമുണ്ടായേക്കും. ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. ബജറ്റിലെ ധന അഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 10-ന് സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ 4-ന് പിരിയും. ബജറ്റ് സമ്മേളനത്തിൽ 27 ദിവസത്തെ സിറ്റിംഗാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 24 ഡൽഹി. അതെ, അതാണ്. അപ്പോൾ ബജറ്റ് സമ്മേളനത്തിലാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നിർമ്മലാ സീതാരാമൻ നടത്തും എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം വിവിധ വിഭാഗങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. ക്രിസ്റ്റീന, നമ്മുടെ പ്രേക്ഷകർ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതിൽ മിനി ബാബു ചോദിക്കുന്നുണ്ട്, ഈ എക്സ്ട്രാ ചെലവ് വന്നാൽ എന്ത് ചെയ്യുമെന്ന്. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വരവും ചെലവും ഒക്കെ എഴുതി വെക്കുമ്പോൾ നമുക്കറിയാം. 2, നമ്മുടെ വരുമാനത്തിൽ ഒരു കണ്ടിൻജൻസി ഫണ്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെലവാക്കാൻ. അത് 6 മാസത്തെ, അതായത് നമ്മുടെ മൊത്തം വരുമാനത്തെ ഡിവൈഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ 6 മാസത്തെ നമ്മുടെ വരുമാനം അല്ലെ ശമ്പളമെങ്കിലും ഈ കണ്ടിൻജൻസി ഫണ്ടിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതെ, ആ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നാണ് ഈ എക്സ്ട്രാ ചെലവുകൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പോ ആദ്യമായി ശമ്പളത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഈ ഒരു കണ്ടിൻജൻസി ഫണ്ട് ആദ്യമേ ഉണ്ടാക്കുക. 20% ആദ്യത്തെ ആഴ്ച തന്നെ സേവ് ചെയ്യുക. അതിനുശേഷം ചെലവ് ചെയ്യുക. ഈ ചെലവെന്ന് പറയുന്നത് നമ്മൾ സേവിങ് പോലെ അല്ല, നമ്മൾ സേവിങ് എന്ന് പറയുന്നത് നമ്മൾ ചെലവ് പോലെ സ്നേഹിക്കേണ്ട ഒരു കാര്യമാണ്. അത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ സേവ് ചെയ്യണം. ഒരു കാപ്പി കുടിക്കുമ്പോൾ പോലും നമ്മൾ ഓർക്കണം, ഇത് വേണോ വേണ്ടയോ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇതൊക്കെ ചിലരുടെ തിയറി ഉണ്ടല്ലോ. ഇന്നിപ്പം
ജീവിതം അവസാനിക്കുമെന്ന് അറിയില്ല, നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തേക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരാണ് പലപ്പോഴും ശരിയാണെന്ന് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അതായത് ജോലിയൊക്കെ കിട്ടുമ്പോൾ തന്നെ ചിന്തിച്ച് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സാമ്പത്തിക മാനേജ്മെന്റ് കറക്റ്റ് ആക്കാൻ പറ്റും. എന്ന് വെച്ച് വലിയ ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരാളിനോടോ അല്ലെങ്കിൽ കടമെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കടം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒർലാൻഡോയിലേക്കുള്ള ഫ്ലൈറ്റില് ഒർലാൻഡോ ടു ഷിക്കാഗോ റെനീഷ് ജോൺ അത് 24-ന്റെ ലൈവ് സ്ട്രീമിംഗ് കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകണമെന്ന് PCR നിന്ന് പറയുന്നുണ്ട്. അതെ, പറഞ്ഞു വരുന്നത് ചെന്താമരയെ കുറിച്ചാണ്, പാലക്കാട്ടേക്കാണ്. അപ്പോൾ ജയിലിലും പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുകയാണ് ചെന്താമര എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെന്താമരയ്ക്ക് അതീവ സുരക്ഷ ഒരുക്കേണ്ടതുകൊണ്ട് അയാളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി. ആലത്തൂർ സബ് ജയിലിലടച്ച് 24 മണിക്കൂർ തികയും മുൻപാണ് ചെന്താമരയ്ക്ക് വിയ്യൂരിലേക്ക് ട്രാൻസ്ഫർ. ജയിൽ അധികൃതർ തന്നെയാണ് പ്രതിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പ്രമാദമായ കേസിലെ പ്രതിക്ക് നൽകേണ്ട അതീവ സുരക്ഷ ഉറപ്പാക്കാൻ ജയിലിൽ സൗകര്യമില്ല. ഇതാണ് കാരണം. ജയിലിനുള്ളിലും ഭാവമാറ്റമില്ല പ്രതിക്ക്. ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടെന്നത് വലിയ ആശ്വാസം. ഭക്ഷണകാര്യത്തെക്കുറിച്ച് മാത്രമാണ് ആശങ്കയും. സഹതടവുകാരോട് വലിയ സഹകരണമില്ല. സന്ദർശകർ വഴി പല തടവുകാരും ചെന്താമരയുടെ കഥകൾ കേട്ടതോടെ അന്തേവാസികൾക്കും നേരിയ ആശങ്ക. ഇനി കസ്റ്റഡി കാലത്ത് പ്രതി വീണ്ടും പുറത്ത്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകിയാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തെളിവെടുപ്പ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കുറ്റകൃത്യത്തിന്റെ പുനരാവിഷ്കരണമടക്കം പ്രതിയെ കൊണ്ട് നടത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 പാലക്കാട്. അപ്പോൾ അതാണ് ചെന്താമരയുമായി ബന്ധപ്പെട്ട വാർത്ത. ജയിലിലും ഇയാൾ തലവേദനയാകുന്നു. മറ്റു തടവുകാർക്കും അല്പം ഭയമുണ്ട്, ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ഇനിയിപ്പോൾ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹസീന പറയുന്നുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. 27ാം വിവാഹ വാർഷികമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹസീനയ്ക്ക് നേരുകയാണ്. ഒപ്പം ഹസ്ബൻഡ് പേരിട്ടിട്ടില്ല. ഹസീന ഷാജി എന്നാണ് ഐഡിയിൽ കാണുന്നത്. എന്തായാലും ഹസീനയ്ക്കും ഭർത്താവിനും ഞങ്ങളുടെ വിവാഹാശംസ. ചാണ്ടി പറയുന്നു എന്റെ കമന്റ് SKN വായിക്കാറില്ല, നിങ്ങളെങ്കിലും ഒന്ന് വായിക്കുമെന്ന്. വായിച്ചല്ലോ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ദിലീപ് PC പറയുന്നുണ്ട് ഈ ഇതിന്റെ കാര്യത്തോടൊപ്പം ഇൻഷുറൻസിന്റെ പ്രാധാന്യം കൂടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഈ ആരോഗ്യ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എല്ലാവരും എടുത്തിരിക്കണം. നമുക്കൊരു ധാരണയുണ്ട് മരിച്ചിട്ട് കിട്ടുന്ന പണമാണ്. അങ്ങനെയല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള ആൾക്കാരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ഒരു ഇൻകമാണ്. മറ്റൊന്ന് ആരോഗ്യ ഇൻഷുറൻസ്. ആശുപത്രി ചെലവുകൾ നമുക്കറിയാമല്ലോ, ഒന്ന് ആശുപത്രി കയറിയ എന്താ ചെലവെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് സർക്കാരിന്റെ പദ്ധതികളുണ്ട്. വരുമാനം കുറവുള്ളവർക്ക് അതിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. ഇനിയും ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എബി പറയുന്നുണ്ട് ഫ്രം ഓസ്ട്രേലിയ, എബി എബ്രഹാം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് എബി. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രഭിതയല്ല പ്രവിതയാണ് കേട്ടോ, മേരിയാണ് പറയുന്നത്. അങ്ങനെ പിന്നെയും ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമുക്ക് ആ കമന്റ്സിലേക്കൊക്കെ വരാം. മറ്റൊരു വാർത്തയിലേക്ക് പോകാം അല്ലെ കൃഷ്ണ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. CBI അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി എന്നതാണ് അപ്പീലിലെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്നും അപ്പീലിൽ ആരോപിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B സോൺ കലോത്സവത്തിനിടെയും സംഘർഷമുണ്ടായി. കോഴിക്കോട് പുളിയാവ് കോളേജിൽ നാടക മത്സരം നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ഇടപെട്ട മത്സരങ്ങൾ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആ D സോണിൽ തുടങ്ങിയ കലാപം അത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു, ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കലയുടെ ഉത്സവമാണ്. ഇതിനെ ഇങ്ങനെ കലാപോത്സവമാക്കി മാറ്റുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. മറ്റ് ഇടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ബി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് ബി സോൺ കലോത്സവം നടക്കുന്നത്. അവിടെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ നാടക മത്സരം പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിൽ മത്സരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കർട്ടനിട്ടു എന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതിൽ 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാടക മത്സരമായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ വേളയിലാണ് കർട്ടനിടുകയും ആ മത്സരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കർട്ടനിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായി. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പിന്നീട് വിദ്യാർത്ഥികളെല്ലാം തന്നെ പോലീസിനെതിരെ തിരിയുന്ന ഒരു ഘട്ടമുണ്ടായി. ഏറ്റവും ഒടുവിൽ മത്സരങ്ങൾ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയാണ് ചെയ്തത്. മത്സരങ്ങൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിൽ പിന്നീട് അത് അവസാനിപ്പിച്ച് ഒഴിവാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങി. ഇനി 9 മണിയോടുകൂടി ആയിരിക്കും മത്സരങ്ങൾ പുനരാരംഭിക്കുക. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും മത്സരങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 15 വിദ്യാർത്ഥികൾ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിൽ ഉണ്ടായതുപോലെ ഡിയിലും അതുപോലെ എഫ് സോണിലും ഒക്കെ ഉണ്ടായതുപോലെ ബി സോൺ കലോത്സവത്തിലും ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. ഒരു അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നത്. കലോത്സവം എന്നത് ഇപ്പോൾ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ കലോത്സവമായി മാറുന്നു എന്നുള്ള ഒരു ഖേദകരമായ കാര്യം തന്നെയാണ് കോഴിക്കോട് നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വിവിധ സോണുകളാക്കി തിരിച്ചാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുന്നത്. അതിന് ശേഷമാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഇപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. ഖത്തറിൽ നിന്ന് ഹംസ ചോദിക്കുന്നുണ്ട്, നേരം പരവരാ വെളുക്കുന്നു അല്ലേ? പരവരാ വെളുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് നമ്മളെ വോക്ക് ഇടയ്ക്ക് മറക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ നമ്മള് രണ്ടുപേരും കൂടെ പ്രജിനെ എവിടെ പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. പ്രജിൻ സാർ 2 ദിവസം ഒന്ന് റെസ്റ്റിലാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു റെസ്റ്റ് ഒക്കെ വേണമല്ലോ. പിന്നെ ആഷിഖ്, സുജീഷ്, പാസ്റ്റർ പ്രത്യാഷ്, രാജലക്ഷ്മി, സ്വപ്ന ജയൻ, എബി എബ്രഹാം, മേരി ഗ്രേസ്, റഷീദ എ, ദിലീപ് PC, അത് നമ്മുടെ മലബാർ വാലി, ജയൻ നായർ, മിനി ബാബു, പൊന്നൂസ്, അഭിജിത്ത് പറയുന്നുണ്ട് ഇന്ന് എന്റെ അനിയന്റെ പിറന്നാളാണ്, ഒന്ന് വിഷ് ചെയ്യുമോ? അനിയന്റെ പേര് അഭിരാജ്. ഹാപ്പി ബർത്ത്ഡേ അഭിരാജ്. പിന്നെ എന്താ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ നിങ്ങളെ കാണാതെ പറ്റാതെയായി എന്നാണ് സോയ പറയുന്നത്. താങ്ക് യു സോയ. അപ്പം ബിന്ദു പറയുന്നുണ്ട്, അപ്പോൾ റീനയും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സിംഗപ്പൂരിലെ ആശയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, ID ബ്ലോക്ക്ഡ് ആണ് എന്ന്. അപ്പം കുറേ ഫേക്ക് IDs ബ്ലോക്ക്ഡ് ആയതിൻ്റെ കൂടെ ആയതാണ് ആശയുടെയും ID. അതേ പേരിൽ ഫേക്ക് ID വരുന്നതുകൊണ്ടാണ് പ്രവിത. ഇപ്പോൾ റീന സതീഷിന്റെ പേരിൽ ഒരു ഫേക്ക് ID ഉണ്ടായിരുന്നു. അപ്പോൾ ആ റീന സതീഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ പേരിലുള്ളത് ബാക്കി കൂടെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അശ്ലീല കമന്റുകൾ വരുന്ന എല്ലാ ഐഡിയകളും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആശ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ആശയുടെ IDക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകും. വീണ്ടും നമുക്ക് ആശയോട് സംവദിക്കാനാകും. തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊന്നും വെക്കില്ല. ആൽഫ പറയുന്നു സന്ദേശം തപ്പി രണ്ടും വീഴല്ലേ എന്ന് പറയുന്നു, സൂക്ഷിച്ച് നടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിനോദ് നായർ, അന്നുള്ള വരുമാനത്തിൽ ജീവിക്കുന്നവർക്ക് സേവിങ്സ് പറ്റില്ല എന്നൊരു കമന്റ് ഞാൻ കണ്ടു. അങ്ങനെയല്ല, ഒന്നും പറ്റില്ല എന്ന് നമ്മൾ പറയരുത്. കാരണം നമ്മുടെ വലിയ കടത്തിലായിരുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, മാർക്ക് ആന്റണിയും അദ്ദേഹത്തിന്റെ വൈഫും. അപ്പോൾ ഇവരോട് ഞാൻ ചോദിക്കുമ്പം ഇവര് വലിയ കടം മേടിച്ചാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ഈ കടം കൊടുക്കുന്നവർ ഇവരെ അപമാനിക്കാൻ തുടങ്ങി. അപമാനം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അവരൊരു തീരുമാനം എടുത്തു, ഇനി കടം വാങ്ങില്ല. ആ ദിവസം തൊട്ട് ഇന്ന് വരെ അവർക്ക് കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പോൾ മാനസികമായി നമ്മൾ കടം വാങ്ങില്ല എന്ന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുന്നേ. 5 രൂപയാണെങ്കിലും മാറ്റി വെച്ചത് 1000 രൂപയായി കഴിയുമ്പോഴത്തേനും അതൊരു സന്തോഷമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, വിമൻസ് ഈവനിങ് ആണോ മോർണിംഗ് വാക്ക് ആണോ 24 റൗണ്ടപ്പ് ആണോ എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ. സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ട്രീറ്റ് സ്കീപ്പ് വോക്ക് വേയുടെ മുന്നിലാണ്. അതിൻ്റെ ആ ഒരു ഹോൾഡിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രേക്ഷകരെ കാണിച്ചു തരികയായിരുന്നു നമ്മൾ. ഇനി നമുക്ക് വാർത്തയിലേക്ക് പോയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ നിന്ന് വളരെ പൈശാചികമായ ഒരു സംഭവം, അതിന് ശേഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. ആ വാർത്തയുടെ അപ്ഡേഷനാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയത് റാഗിങ്ങിനെ തുടർന്നെന്ന പരാതിയുമായാണ് ഇപ്പോൾ അമ്മ എത്തിയിരിക്കുന്നത്. അതെ, മരിച്ച മിഹിറിന്റെ മാതാവ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്.
ജനുവരി 15-നാണ് മിഹിർ എന്ന 15 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. സ്കൂൾ വിട്ടുവന്ന ശേഷം താമസിക്കുന്ന തൃപ്പൂണിത്തറ ചോയ്സ് ടവറിന്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി 3-ാം നിലയിലെ ഷീറ്റിട്ട ഭാഗത്തേക്കാണ് മിഹിർ വീണത്. തൽക്ഷണം മരിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. മകന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. മിഹിറിന്റെ സഹപാഠികൾ മാതാവിന് അയച്ചു നൽകിയ ചാറ്റുകളിലാണ് മകൻ നേരിട്ട ക്രൂരപീഡനം വിവരിക്കുന്നത്. സ്കൂളിലും സ്കൂൾ ബസ്സിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചു, വാഷ്റൂമിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു, ക്ലോസറ്റിൽ മുഖം മുക്കിവെച്ച് ഫ്ലഷ് ചെയ്തു. കേട്ടാലറയ്ക്കുന്ന ചെയ്തികൾ വേറെയും. നിറത്തിന്റെ പേരിൽ കുത്തുവാക്കുകളും പരിഹാസവും തുടർക്കഥയായിരുന്നെന്നും മാതാവ് പോലീസ് മേധാവിക്ക് കൈമാറിയ പരാതിയിൽ പറയുന്നു. മരണത്തിന് ശേഷവും ഇതേ പരിഹാസം തുടർന്നതിന്റെ തെളിവുകളും പരാതിയിലുണ്ട്. സ്കൂളിൽ നേരിട്ട ക്രൂരതകളിൽ നിസ്സഹായനായി ജീവനൊടുക്കേണ്ടി വന്നെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഗ്ലോബൽ സ്കൂളിന് പുറമെ മിഹിർ മുമ്പ് പഠിച്ച ജെം സ്കൂളിനെതിരെ ബാലാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകി. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഉപദ്രവിച്ചെന്നാണ് ആരോപണം. അതിക്രൂരമായ റാഗിംഗ് കഥയാണ് ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിന്ന് പുറത്തുവരുന്നത്. മകന്റെ നീതിക്കായി നിയമ പോരാട്ടത്തിനിറങ്ങുകയാണ് കുടുംബം. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ഗ്ലോബൽ സ്കൂൾ തയ്യാറായിട്ടുമില്ല. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. എന്തായാലും നീതീകരിക്കാവുന്ന കാര്യമല്ല ഒരിക്കലും ഇത്. നിറത്തിന്റെ പേരിലൊക്കെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്, പല നിറത്തിലുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു നിറത്തിന്റെ പേരിലൊക്കെ ഒരാളെ എങ്ങനെയാണ് അപമാനിക്കാൻ പറ്റുക? അത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. മാത്രമല്ല നമ്മൾ ജനിക്കുന്നത് ഇന്ന നിറത്തോടെ ജനിക്കുന്നു എന്നുള്ളത് ആരുടെയെങ്കിലും തെറ്റാണോ? ഒരാൾ വെളുത്തോ കറുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രൗൺ സ്കിന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ജനിക്കുന്നത് ഒരാളുടെ തെറ്റൊന്നുമല്ല. അത് അവർ ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ജനിക്കുന്നതുമല്ല. അപ്പോൾ അതിന് അങ്ങനെ അവരെ ആക്ഷേപിച്ച് മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്നത് നീതീകരിക്കാനാകുന്നതേ അല്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ കുട്ടികളോട് കൂടിയാണ് നമ്മൾ പറയുന്നത്. ചെറിയ കുട്ടികളല്ലേ നിങ്ങൾ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്? ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഇനിയെങ്കിലും എല്ലാവരും മനസ്സിൽ കരുതുക, നമ്മുടെ സഹജീവിയല്ലേ, അതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നേണ്ടതല്ലേ. മാത്രമല്ല പ്രവൃത്തി, ഈ നിറത്തിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മുടെ സൗന്ദര്യബോധം പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ നിറങ്ങളിലുമുള്ള മോഡലുകളുണ്ട്, എല്ലാ കളർ ഷെയ്ഡുകൾക്കുമുള്ള മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ നിറങ്ങളും സുന്ദരമാണ്. അപ്പോൾ ഓരോ നിറത്തെയും മനോഹരമാക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ മനോഹരമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ. അപ്പം നിങ്ങളാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒട്ടും നമുക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന ആ തരത്തിലേക്കൊക്കെ ഈ കളിയാക്കൽ പോയി എന്നുള്ള എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ. നിങ്ങൾക്കാണ് അവസ്ഥ വരുന്നതെങ്കിൽ എങ്ങനെയാകും എന്ന് മാത്രം ചിന്തിക്കുക. ഇനി നമ്മൾ എറണാകുളം ചോറ്റാനിക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിക്രൂര മർദ്ദനത്തിനിരയായ പോക്സോ അതിജീവിത വെന്റിലേറ്ററിൽ തുടരുകയാണ്. തലച്ചോറിന്റെ പ്രവർത്തനം പകുതിയിലധികം നിലച്ച രീതിയിലാണ്. അതെ, കഴുത്തിൽ കയറ് കുരുക്കിയതാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചത്. കേസിൽ പ്രതിയായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയില്ല. അതടുത്ത ക്രൂരതയുടെ ഒരു മുഖമായിരുന്നു. ആ കുട്ടിയുടെ തലച്ചോറ് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നാണ് ഡോക്ടേഴ്സ് ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂര വാർത്തകളൊക്കെ പ്രേക്ഷകരോട് അതിരാവിലെ തന്നെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷെ എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്? ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.